ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലാ ബ്ലാ ഫാമിലി. ഇന്ന് നമ്മളൊരു വിഷുവിൻ്റെ ഒരു വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം കണ്ണൂരില്ല, നമ്മളെ നാട്ടിലേക്ക് വന്നു. നാട് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു. ഇരിട്ടിയാണ്, ഇരിട്ടി പേരാവൂർ. അവൻ നാട്ടിൽ വന്ന് നാട്ടിൽ ചേട്ടൻ്റെ വീട്ടിൽ കൂടി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടി. പക്ഷെ കൂടാൻ നിന്നിട്ടില്ല കേട്ടോ, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നിന്നില്ല. എന്നാലും അവിടുന്ന് കിട്ടുന്നതൊക്കെ വാരി കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ളൊരു അടിപൊളി, എന്താ പറയുക, കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് തട്ടി, ഫുഡൊക്കെ ഒന്ന് തട്ടിയിട്ട് അവിടെ നേരെ ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു. വയനാട്ടിലേക്ക് വന്ന് അവിടുന്ന് നമുക്ക് കുറിക്കാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, ഇവിടെ നമ്മളൊരു വാരാപ്പുഴ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റേ ആണ്, അവിടെ ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നത്. അപ്പോൾ മാളൂട്ടിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, കൃഷ്ണപ്രിയ. ഞങ്ങൾക്ക് അതിലിടയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പിന്നെ പറയാം. അപ്പം നമ്മൾ പോകുന്ന അടിപൊളി സ്ഥലമാണ് എന്തായാലും വാരാപ്പുഴ. എല്ലാവരും പോകണം, നല്ല കാണാനൊക്കെ, എന്താ പറയുക, അത്രയും സൂപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ. പിന്നെ വയനാട്ടിലാണെങ്കിൽ എന്നും ഉച്ച കഴിഞ്ഞിട്ട് മഴയാണ്. നമ്മളാണെങ്കിൽ ഉറക്കം വരുന്നുമില്ല, പക്ഷെങ്കിൽ ടയേർഡാണ് താനും, കാരണം ദൂരം വണ്ടി ഓടിച്ചു. അവസാനം ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ മഴയും കൊണ്ടാണ് വന്നത്. ഞങ്ങളവിടെ എത്തലും ചെറുങ്ങനെ മഴ തുള്ളാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞങ്ങളൊരു വാരാപ്പുഴേൻ്റെ നടുക്കാണ് റിസോർട്ട്. കണ്ടാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഒന്ന് വന്ന് നോക്കണം, അടിപൊളി സ്ഥലമാണ്. പിന്നെ ഫുഡ് എനിക്കിഷ്ടമായില്ല കേട്ടോ. ഇവിടെ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല, വലിയ രസം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ കാറ്റും മഴയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് മാത്രമേ ഉണ്ട്, പക്ഷെ നല്ല നല്ല കാറ്റും മഴയായിരുന്നു. എന്താ പറയുക, പുഴയൊക്കെ അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സമയത്ത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. എന്താ പറയുക, റെസ്റ്റോറൻറ്റൊക്കെ ഫുള്ള് ചാറ്റിലടിച്ചിട്ട് ഫുള്ള് നനഞ്ഞ് കുളിച്ച് മൊത്തം അങ്ങനെ എല്ലാം അലങ്കോലമായി. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ലേറ്റായി, 3:15 ആയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ. പിന്നെ ആ വിശപ്പും കെട്ടു. വിഷു ആണെങ്കിലും ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ അങ്ങ് പോയി. എന്നാലും ഒരു രസം, ഇടയ്ക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഫാമിലീൻ്റെ കൂടെ. അങ്ങനെ അത് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് ഫുള്ള് വെള്ളം കയറി, എല്ലാം അലങ്കോലായി. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു. അവിടെ ഞങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്.